പണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ റിമാൻഡിലാണ് എന്നൊരു വാർത്ത വരികയാണ്. ഇതിന്റെ ഹിസ്റ്ററി കഴിഞ്ഞ തിങ്കളാഴ്ച ഫറൂഖ് പോലീസ് എൻ്റെ ഓഫീസിൽ വരികയാണ് ചെയ്തത്. ഇപ്പോൾ റിമാൻഡ് ചെയ്തതെന്ന് പറഞ്ഞ വാർത്ത വളരെ അടിസ്ഥാനരഹിത. കാരണം റിമാൻഡ് ചെയ്ത ഒരു വ്യക്തി ഇങ്ങനെ നിങ്ങളെ മുന്നിൽ നിൽക്കുകയോ കോടതിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുകയോ ചെയ്യില്ല. ദേശാഭിമാനി പത്രത്തിലാണ് എന്നെ റിമാൻഡ് ചെയ്തെന്നുള്ള വാർത്ത ഇന്നലെ ഞാൻ കണ്ടത്. പക്ഷെ അത് വളരെ തെറ്റായ കെട്ടിച്ചമച്ചൊരു വാർത്തയാണ്. ഇതിൻ്റെ നിരസ്ഥിതി എന്താ വെച്ചാൽ, നിലവിൽ തിങ്കളാഴ്ച എൻ്റെ സ്ഥാപനത്തിൽ ഫറൂഖ് പോലീസിൽ 2 പോലീസുകാർ ഷാഡോ പോലീസുകാർ വരികയും തൻ്റെ വണ്ടിയിൽ ഒന്ന് സ്റ്റേഷൻ വരെ വരണം, കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ആ അടിസ്ഥാനത്തിൽ ഞാൻ സ്റ്റേഷനിൽ പോവുകയാണ് ചെയ്തത്. പോയ സമയത്ത് അവർ പറഞ്ഞു നിങ്ങളെ പേരിലൊരു ചീറ്റിംഗ് കേസ് വന്നിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ അതിൻ്റെ നിരസ്ഥിതി അറിയണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവർ FIR ഇടുന്നത്. ആ FIRൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം എന്നെ കോടതിയിൽ ഹാജരാക്കുകയും ബഹുമാനപ്പെട്ട കോടതി എനിക്ക് ആൾജാമ്യത്തിൽ എന്നെ സാധാരണ ഏത് വിഷയത്തിലും ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ജാമ്യത്തിൽ എന്നെ വെറുതെ വിടുകയാണ് ചെയ്തത്. ഇത് വളരെ കൃത്യമായി ആസൂത്രിതപരമായി എന്നെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി ചില ഗൂഢതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ ഉണ്ടാക്കിയ കേവലം ഒരു ആരോപണം മാത്രമാണ്. കാരണം ഞാൻ ഈ വിഷയ സംബന്ധമായിട്ട് ഒരു പണ ഇടപാട് ഒരു 2-3 ആളുകളായിട്ട് ഉണ്ടായിരുന്നു, ഒരു വ്യക്തിയായിട്ടുണ്ടായിരുന്നു. ആ വ്യക്തിക്ക് ഞാൻ കഴിഞ്ഞ ജനുവരി മാസം 23-ാം തീയതി ചെക്ക് കൊടുത്തതിൻ്റെയും ആ ചെക്കിൽ മാർച്ച് 23-ന് ബാക്കിയുള്ള ചെക്കുകൾ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനത് ഒത്തുതീർപ്പിലൂടെ തീർത്തൊരു വിഷയമാണ്. ഇതിൽ വ്യാജമായി വന്നതാണ് ഞാൻ നേഴ്സിംഗ് സീറ്റ്. അങ്ങനത്തെ ഒരു വിഷയം പറഞ്ഞിട്ട് ഈ പരാതിക്കാരിയായ കുട്ടിയെയോ ഈ ഫാമിലിയെയോ ഞാൻ അറിയില്ല. എൻ്റെ അടുത്ത് വരുന്നത് ഒരു 2-3 ആളുകളാണ്. ആ 2-3 ആളുകൾ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ വിഷയം സംബന്ധമായിട്ട് വരുന്നത്. ആ പണമിടപാട് സംബന്ധമായ വിഷയം ആയതുകൊണ്ട് ഞാൻ അവർക്ക് ചെക്ക് കൊടുക്കുകയും അത് ഒത്തുതീർപ്പുകയും ചെയ്യും. പക്ഷേ നിർഭാഗ്യവശാൽ അവർ ആ ചെക്ക് സബ്മിറ്റ് ചെയ്യാതെ എന്നെ പരസ്യമായി എന്നെ അപമാനിക്കും. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം, ഞങ്ങൾക്ക് ചെക്കല്ല ക്യാഷല്ല വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. ഇപ്പം നിലവിൽ കോടതിയിൽ നിൽക്കുന്ന കേസാണ്. ഇപ്പം ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഹിയറിംഗ് ഉണ്ട്. ആ ഹിയറിംഗ് കോടതിൻ്റെ എല്ലാ പരിരക്ഷയും എനിക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷ. അതുകൊണ്ട് ഇനി ഈ വിഷയം കഴിഞ്ഞതിന് ശേഷമേ ഇനി എന്തെങ്കിലും പ്രതികരണം നടത്താൻ പറ്റുകയുള്ളൂ.